സാർ നമസ്കാരം. നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ കാലം നമ്മൾ കണ്ടത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഭരണം പിടിച്ചെടുക്കുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെയുള്ള ആ മണ്ഡലം BJP പിടിച്ചെടുക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ ഭരണം വരുന്നു. എന്നാൽ BJPയുടെ ഒരു കൗൺസിലർ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും അദ്ദേഹം ജയിലിൽ കഴിയുകയും ചെയ്തതോടുകൂടി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ തുല്യനിലയിൽ എത്തി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതോടുകൂടി ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു കോൺഗ്രസ്. എന്നാൽ CPM ഒരു കാരണവശാലും കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകില്ല എന്നുള്ള പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നു. അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അവിടെ കോർപ്പറേഷൻ ചെയർമാനായ MP രാജേഷ് പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ അവിശ്വാസ പ്രമേയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് പിന്നിൽ കേന്ദ്ര BJPയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയമായി മുന്നോട്ട് പോയ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാലും അത് തള്ളിപ്പോകും, BJP തന്നെ കോർപ്പറേഷൻ ഭരിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ കൃത്യമായും CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് നേരത്തെ മുതൽ പറഞ്ഞു കേൾക്കുന്ന ആ പല്ലവിക്ക് ആക്കം കൂടുന്നു. കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്, അതായത് BJPയുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കേരളത്തിലെ CPMൻ്റെ ഉന്നത നേതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനിലേക്ക് എത്തിയത് എന്നുള്ള ചില വിശ്വാസയോഗ്യമായ വാർത്തകൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ നോക്കിക്കാണുന്നത്? അതായത് വളരെ രസകരമായ രാഷ്ട്രീയ വ്യഭിചാരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അടുത്ത ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റുകൊണ്ട് CPM കൗൺസിലർമാർ കടന്നു കയറുകയും അത് വലിയ ഇഷ്യൂ ആവുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. മേയർ അടക്കം പലരും ഹോസ്പിറ്റലായി ആക്രമണത്തിൽ, ചിലരുടെ തല പൊട്ടുകയുണ്ടായി. അങ്ങനെയുള്ള സംഭവത്തിൽ CPMഉം കൗൺസിലർമാരും BJP കൗൺസിലർമാരും തിരിച്ചടിച്ച് അത് വലിയ പാർലമെൻ്ററി വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു വളരെ നാണക്കേടായ ഒരു കാര്യമായാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പാർലമെൻറ്റിനെ പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നഗരസഭാ ഹാള്. ആ ഹാളിൽ നടന്ന അടി, ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന അടി ലൈവായിട്ട് കേരളത്തിലെ ലോകം മുഴുവനുള്ള ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ് സത്യം. ഇവരെയൊക്കെ പറഞ്ഞയക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണോ എന്ന് ചോദിച്ചാൽ അതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ പിന്നീട് കാണുന്നത്, അപ്പോൾ ഏറ്റവും അധികം വിരോധമുള്ള ആർക്കാണ്? അവർക്ക് ഇതില്ല, അതായത് രഹസ്യമായി ആരും അറിയാതെ സത്യപ്രതിജ്ഞ നടന്നു BJP കൗൺസിലർമാർ. അതിലൊരാൾ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. അദ്ദേഹത്തെയും കൊണ്ട് എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്യിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നുള്ള വാദമുയർത്തിക്കൊണ്ടാണ് ഈ CPM കൗൺസിലർമാർ അവിടെ വലിയ ബഹളമുണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും അവർ തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ത് ചെയ്തു? അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ പിന്നെ കണ്ടത് ഈ CPMൻ്റെ ഭാഗത്ത് മലക്കം മറിയുന്നതും അവർ കൊടുത്തപ്പോൾ ഞങ്ങളോട് ചോദിച്ചില്ലല്ലോ എന്നുള്ളതാണ്. ഇവർക്ക് CPMകാർക്ക് വേറെ അവിശ്വാസ പ്രമേയം കൊടുക്കാം. ഇപ്പോൾ രണ്ടുപേരും കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് എടുക്കുകയും അത് പരസ്പരം അംഗീകരിക്കും, രണ്ടുപേരും ഒരുമിച്ച് വോട്ട് ചെയ്യുകയും ചെയ്താൽ CPMൻ്റെ അതിനെ വോട്ട് ചെയ്തു, കോൺഗ്രസിനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യമേ വരുന്നുള്ളൂ. CPMകാരൻ്റെ ഒരു അവിശ്വാസ പ്രമേയവും കോൺഗ്രസ്സുകാരൻ്റെ ഒരു അവിശ്വാസ പ്രമേയവും ഒരേപോലെ ചർച്ച ചെയ്യുകയും രണ്ടും കൂടെ വരുമ്പോൾ കോൺഗ്രസിനെ കുറ്റം പറയാൻ CPMനെ കുറ്റം പറയാൻ കോൺഗ്രസിനെ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഭരണസിരാ കേന്ദ്രമാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. ആ പിടിച്ചെടുത്ത കാര്യത്തിൽ വളരെ രസകരമായ ഒരു സത്യപ്രതിജ്ഞയാണെന്നാണ്. അവർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പല ദൈവങ്ങളുടെ പേരിൽ അവർക്ക് തോന്നും പ്രകാരം അവർക്ക് വിശ്വാസമുള്ള ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്തിയത്. അത് ഭരണഘടനാ ലംഘനമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഇങ്ങനെ അവർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തത്. ശരിക്കും അങ്ങനെ സത്യപ്രതിജ്ഞയുള്ള അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല.
കാരണം സത്യം പറഞ്ഞാൽ ലംഘനം നടന്നാൽ അത് അവർ ഒഴിവാക്കുക, അവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള, അവരെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ കൗൺസിൽ അംഗത്തു നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അയോഗ്യരാക്കുക. അത് ഹൈക്കോടതി ദയ കൊണ്ടായിരിക്കാം. എന്തായാലും ശരി, KV കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാനീയനായ ജഡ്ജി വളരെ നീതിപൂർവമായ ജഡ്ജ്മെൻ്റാണ് പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയ, ജീവവിശ്വാസം കിട്ടിയ BJP അങ്ങനെ നിൽക്കുമ്പോഴാണ് CPM-ൻ്റെ വലിയ ആക്രമണം ഉണ്ടാകുകയും വലിയ പൊട്ടിത്തെറുണ്ടാകുകയും ഇവരെല്ലാം കേസിൽപ്പെടുകയും ഇപ്പോൾ പരസ്പരം കേസിലും ആസ്പത്രിയിലൊക്കെ എത്തുകയും ചെയ്ത ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് ഈ BJP അവിടെ 20ഓളം സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ളത് പിണറായി വിജയൻ്റെ കാരുണ്യം കൊണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരുവനന്തപുരത്ത് 20 സീറ്റുകളിൽ BJPയെ വിജയിപ്പിക്കണം, അതിനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പിണറായി വിജയനോട് അമിത്ഷാ പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വഴിയാണെങ്കിലും ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം, അതിന് CPM 20 സീറ്റുകളിൽ വിജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ആ 20 സീറ്റുകളിൽ കൃത്യമായിട്ട് തന്നെ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിലാണ് BJP കൗൺസിലർമാരെ വിജയിച്ചിട്ടുള്ളത്. അവിടെയുള്ള CPM-ൻ്റെ പ്രമുഖരായ അവിടുത്തെ ഏരിയ സെക്രട്ടറിമാരടക്കം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറിമാരെന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് ഞങ്ങളെ CPM-ൻ്റെ വാർഡുകളിൽ, കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ, അതേപോലെ വട്ടിയൂർക്കാവിന് മണ്ഡലത്തിലെ പല വാർഡുകളിൽ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP വിജയിച്ചത്. ഒരു കാരണവശാലും വിജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ലായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം അവിടെ വോട്ട് മറച്ചതാണ്. ഏകദേശം 500 മുതൽ 1000 വോട്ട് വരെ മറച്ചു. ആ വോട്ടിൻ്റെ ഇതിലാണ് BJP വിജയിച്ചു പോയത് എന്നുള്ളതാണ്. മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭരണവിരുദ്ധ വികാരം കൂടി അതിലുണ്ടായിരുന്നു എന്നുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിന് 20 സീറ്റ് കിട്ടിയത്. അവർക്ക് 10 സീറ്റുള്ള 20 സീറ്റ് കിട്ടി, അത് സത്യമാണ്. അതേസമയത്ത് BJPക്ക് അവരെ സീറ്റ് വിജയിപ്പിച്ചു കൊടുക്കാൻ സഹായിച്ചുള്ളത് CPM ആണ് എന്നുള്ളതാണ്. ആര്? പിണറായി വിജയനാണ്. അവിടെയുള്ള CPM അല്ല, CPM-ൻ്റെ അവിടുത്തെ പാർട്ടിക്ക് സത്യത്തിൽ അതിൽ ഭയങ്കര വിരോധമുണ്ടായിരുന്നു. അത് വലിയ ചർച്ചയായതാണ്. അത് കഴിഞ്ഞു ഭരണം കിട്ടിയപ്പോൾ ഇപ്പോൾ അടി നടന്ന ശേഷം ഉണ്ടായ സംഭവം എന്താ? ഞങ്ങൾ അവിശ്വാസത്തിന് ഇല്ല എന്ന് പറയുന്ന CPM-ൻ്റെ നിലപാട് ആണ് ഏറ്റവും അധികം രാഷ്ട്രീയ വ്യഭിചാരമായി നമ്മൾ കണക്കൂട്ടേണ്ടത്. അതായത് പിണറായി വിജയനെ ഡൽഹിയിൽ നിന്ന് അമിത്ഷാ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, മര്യാദയ്ക്ക് അവിടെ നിന്ന് ആക്കിക്കോ, അവിടെ കോർപ്പറേഷൻ ഭരണം BJP-ന്ന് പോകാൻ പാടില്ല, അവിശ്വാസ പ്രമേയത്തിന് കൂടെ നിൽക്കാൻ പാടില്ല. ആ വരട്ടലിൽ വീണ പിണറായി വിജയൻ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ജോയിനെ വിളിച്ച് ആ കാര്യത്തിൽ ഞങ്ങൾ അവിശ്വാസത്തിന് ഇല്ല, കോൺഗ്രസിന് അവിശ്വാസ പ്രമേയത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് കോൺഗ്രസും അവിശ്വാസ പ്രമേയം പിൻവലിച്ചിരിക്കുകയാണ്. അതിനർത്ഥം BJPക്ക് സത്യത്തിൽ ഈ രണ്ട് കക്ഷികളും കൂടെ കൂടുന്നത് ശരിയല്ല. അവർക്ക് കൃത്യമായ 50-49 സീറ്റുണ്ട്, ഒരു സീറ്റ് പുറമേ നിന്നുള്ള പിന്തുണയുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ BJPയുടെ ഒരാൾ കാപ്പ കേസിൽ പെട്ടതുകൊണ്ട് അയാൾക്ക് അവിശ്വാസ വീട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള യോഗ്യത കിട്ടിയില്ല. അപ്പോൾ 49 സീറ്റേ ഇപ്പോൾ ഉള്ളൂ. 100 സീറ്റിൽ 50 സീറ്റ് കോൺഗ്രസ്, ഇവർക്ക് രണ്ടുപേർക്കും കൂടി. അതേ കോൺഗ്രസിന് 20-ഉം CPM-ന് 29, ഒരു സീറ്റ് സ്വതന്ത്രനം, അത് CPM-ൻ്റെ കൂടിയാണ്. മറ്റവർക്ക് 49 സീറ്റേ ഉള്ളൂ. ഇപ്പം അവിശ്വാസം കൊണ്ടുവന്ന BJP അധികാരത്തിൽ നിന്ന് പോയി. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയുന്നത് കോൺഗ്രസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കരയുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ്. യഥാർത്ഥ സംഭവം പിണറായി വിജയൻ ഡൽഹിയിൽ പോയത് എന്തിനാണ്? മോളെ രക്ഷിക്കാൻ വേണ്ടി. ഇവിടെ ഉണ്ടായുള്ള ധാരണ പ്രകാരം ഡൽഹിയിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമിത്ഷാ ആവശ്യപ്പെട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ അട്ടിമറിക്കാൻ പറ്റില്ല, അവിടെ BJP അധികാരത്തിൽ തുടരണം. അതുകൊണ്ട് CPM അവിശ്വാസ പ്രമേയത്തിന് പിന്നാലെ പോകരുത്, കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നാൽ ഞങ്ങൾ ഉടൻ തന്നെ പിണറായി വിജയൻ്റെ മകളെയും അറസ്റ്റ് ചെയ്യും, ബാക്കി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും, മകനെയും അറസ്റ്റ് ചെയ്യും, ഞങ്ങളെ മുന്നിൽ തെളിവുകളുണ്ട്, ED കേസിൽ വളരെ ശക്തമായ തെളിവുകളാണുള്ളത് എന്ന് പറഞ്ഞ് വരട്ടി അത് പിണറായി വിജയൻ ശിരസ വഹിച്ചു. ആ വിഭ്രാന്തിയിലാണ് പിണറായി വിജയന് ഫ്ലൈറ്റ് അടക്കം കിട്ടാതെ തേരാപ്പാര നടന്ന് ഡൽഹി എയർപോർട്ടിൽ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറിയില്ല എന്ന് പറഞ്ഞ് അവസാനം അവിടെയുള്ള കേരള ഹൗസിലെ ജീവനക്കാരെ അടക്കം കുറ്റക്കാരാക്കി, അല്ലെങ്കിൽ ഇൻഡിഗോയിലെ ജീവനക്കാരടക്കം കുറ്റക്കാരാക്കി അദ്ദേഹം ലോഞ്ചിലിരുന്നപ്പോൾ അറിയിച്ചില്ല എന്ന് പറയുന്ന ഒരു വിവരക്കേടൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത്. അങ്ങേർക്ക് അറിയില്ലേ, മൊബൈലിൽ അങ്ങേര് സെക്രട്ടറി ഇല്ലേ കൂടെ, ആ സെക്രട്ടറിക്ക് നോക്കിയാൽ ഫ്ലൈറ്റ് ടൈം അറിയില്ലേ? അല്ല സാറേ, തിരുവനന്തപുരം എയർപോർട്ടിൽ അവിടെ ഈ സൈലൻസ് പ്രോട്ടോകോളിന്റെ പേരിൽ അനൗൺസ്മെന്റ് ഇല്ല, ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതായിട്ടുള്ള. അല്ല, ഡൽഹിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഡൽഹി എയർപോർട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതെ, അപ്പോൾ ആ സൈലൻസ് പ്രോട്ടോകോൾ നിലവിലിരിക്കുന്നതിന് പേര് പക്ഷെ അവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഇന്ന ഫ്ലൈറ്റ് ഇന്ന സമയത്ത് പോകും, ഇന്ന സമയത്ത്. അത് ലോഞ്ചിലുണ്ട്. അതെ, ലോഞ്ചിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് VIP-കൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ്. ആ സൗകര്യമുള്ള സ്ഥലത്ത് വേറെ സെക്രട്ടറി ഇല്ലേ, ടൈം അറിയില്ലേ,
അരമണിക്കൂർ മുമ്പ് അവിടെ എത്തണം, 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം എന്നുള്ള അറിയില്ലേ? സാധാരണഗതിയിൽ പിണറായി വിജയനെ പോലുള്ള ഒരാൾ 10 വർഷമായിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥർ ഫ്ലൈറ്റ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ സീറ്റിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിച്ചിരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊന്നുമല്ല, അവിടെ അദ്ദേഹത്തെ കാണാൻ ചില ആളുകൾ വന്നു. പെട്ടെന്ന് അദ്ദേഹം ചർച്ചയിലായി. മോളെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഫ്ലൈറ്റല്ലല്ലോ പ്രധാനം കോഴിക്കോട് പോകുന്നത്. അപ്പോൾ അത് പ്രകാരം ചർച്ച നടന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ആ സമയത്ത് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടി. അത് കൃത്യമായി ഫ്ലൈറ്റ് കയറിയാൽ നടക്കില്ലല്ലോ. മോളെ ജയിലിൽ പോകുന്നതോ അല്ലെ പിണറായി വിജയൻ ജയിലിൽ പോകുന്നതോ വിവേക് തായിക്കണ്ട് ജയിലിൽ പോകുന്നതോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആപ്പാണ്. അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള BJP ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതിൽ തന്നെ കാരണം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാൻ യാതൊരു യോഗ്യതയില്ലായിരുന്നിട്ട് കൂടി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നതിന് കാരണം അദ്ദേഹത്തിന് അധികാര കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് CPM-നെ പൊളിച്ച് കൈ കൊടുത്ത് BJP-യിൽ എത്തിക്കണം. അതാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട്. അല്ലാത്തൊരു പ്രിവിലേജ് ഇപ്പം അദ്ദേഹത്തിന് ഇല്ലല്ലോ. ഒരു പട്ടിയുടെ വില പോലും ഇപ്പോൾ CPM-ന്റെ അണികൾ അങ്ങേക്ക് കൊടുക്കുന്നില്ല. എല്ലാവരും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആളാണ് അന്തകനായി CPM-നെ തകർത്തത്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച് മുടിപ്പിച്ച് ഇവിടെ കേരളം മുഴുവൻ മുടിപ്പിച്ചു, പാർട്ടിയെ മുടിപ്പിച്ചു, കോടാനുകോടി രൂപ ഉണ്ടാക്കി തട്ടിപ്പടുത്തിയൊന്നും ഞങ്ങളെ സഹായം ഉണ്ടാവില്ല എന്ന് പാർട്ടി അണികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നല്ലേ അവർ പറയുന്നത്. അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം പാർട്ടി തകരും, ഇനി നന്നാവില്ല. നിയമസഭയിലാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, പുറത്താണെങ്കിൽ ഇതേപോലെ അത്തുംപുത്തിയില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. കേസുകൾ രക്ഷപ്പെടാൻ വേണ്ടി BJP-യുടെ കാൽക്കൽ പോയി കിടക്കുകയാണ്. അങ്ങനെ ഒരു ഗത്യന്തരത്തിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തട്ടിപ്പ് നടത്തുമ്പോൾ അത് അതിൻ്റെ കൂടിപ്പോയില്ലേ, ആരും അറിയാതെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അക്കൗണ്ട് കൂടിയൊക്കെ പൈസ വന്നാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ മറ്റേതെണ്ണം നിഷേധിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, പിണറായി വിജയന് അമിത്ഷാ കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് അവിശ്വാസ പ്രമേയത്തിന് CPM നിൽക്കാതിരുന്നത്. നാണം കെട്ട് അവിടുത്തെ CPM കൗൺസിലർമാർ ഇപ്പം പിണറായി വിജയനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ ഉണ്ടാവുകയാണ്. അവിടെ വലിയ അടിയും ഇടിയും ഒക്കെ ഉണ്ടായിട്ട് അവരുടെ പേരിൽ കേസ് ഉണ്ടായിട്ട് പോലും ഇപ്പോൾ പ്രശ്നം ആകെ വിവാദമായിരിക്കുകയാണ് എന്നുള്ളതാണ്